രാവിലെ തന്നെ ഇത് എവിടെ പോയിട്ട് വരികയെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. രാവിലെ തന്നെ പോളിയോ കൊടുക്കാൻ പോയതാണ് കേട്ടോ. നമുക്ക് പോളിയോ കൊടുക്കേണ്ട ദിവസമാണ് ഇന്ന്. സന്തോഷത്തോടെ ബായ് ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഇതാണ് അവസ്ഥ. പോളിയോ കൊടുക്കാൻ വേണ്ടി മടി കിടത്തിയത് നിയമോള് നിലവിളിക്കാൻ തുടങ്ങിയിരുന്നത് കേട്ടോ. അയ്യോ അമ്മേന്നും പറഞ്ഞിട്ട്. അപ്പോഴേ പിന്നെ പോളിയോ ഒക്കെ കൊടുത്ത് ഒരു വിധം പിടിച്ചു നിർത്തി ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഷീറ്റൊക്കെ ഇട്ടേക്കുന്നത് കേട്ടോ. റോഡിൽ ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ടും ബോർഡ് വെച്ചിട്ടും എല്ലാം ഒരു മനസുഖത്തിന് വണ്ടി എടുത്ത് ഇതിൻ്റെ മുകളിൽ കൂടെ പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഏകദേശം ഒരുവിധം ഉറച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ വണ്ടി കയറാൻ പാകത്തിനായെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പോളിയോ കൊടുക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട്, അത് കണ്ടിട്ട് വരാവേ. തലയൊന്ന് പിടിച്ചു കൊടുക്കാം. അങ്ങനെ അത്യാവശ്യം പിടിയും വരിയൊക്കെ കാണിച്ച് ആ ഒരു പോളിയോ കൊടുപ്പ് അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 8 മണിക്ക് പോയാൽ ഞങ്ങൾ തിരിച്ചു വരാൻ ഏകദേശം 9:30 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് ഞാൻ കോവക്ക മെഴുക്ക് വരട്ടി വെക്കാൻ ഓർത്തു കേട്ടോ. രാവിലത്തെ ഭക്ഷണമൊക്കെ ആക്കി വെച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ ഇനി ഉച്ചയ്ക്കുള്ള ഭക്ഷണം ആക്കിയാൽ മതി. അങ്ങനെ ഞാൻ കോവക്ക മെഴുക്ക് വരട്ടിയും തലേ ദിവസത്തെ മീൻകറിയും ഉണ്ട് കേട്ടോ, അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പല വെജിറ്റബിൾസും മെഴുക്ക് വരട്ടാൻ പഠിച്ചത് ഞാൻ ഇവിടെ വന്നിട്ടാണ് കേട്ടോ. ഞങ്ങൾക്കെല്ലാം അവിടെ തോരനാണ് കേട്ടോ, അതായത് ഉപ്പേരി. അങ്ങനെ രാവിലെ ചായ ആക്കിയിട്ടാണ് പോയതെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നില്ലേ. ദോശയും ബീഫ് കറിയും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കൂട്ടി കഴിക്കുകയാണ്. ലിയമോൾ അവിടെ ഇരുന്നിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അമ്മ എന്തുവാ കാണിക്കുന്നത്? ഇപ്പോൾ 2 ദിവസം കൊണ്ട് വീഡിയോ എടുപ്പാണല്ലോ ഫുൾ ടൈം. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഈ 2 ദിവസം വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോൺ എടുക്കുന്നു, കഴിക്കാൻ പോകുന്നു, ഇതൊക്കെയാണ് അവൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായിരിക്കും ചിലപ്പോൾ നോക്കി നിൽക്കുന്നത്. അങ്ങനെ ചായ കുടിച്ച് ചോറ് എന്നെല്ലാം കഴിഞ്ഞപ്പോൾ 4:30 ആയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. ഇത് ടാങ്ക് വെച്ചേക്കുവാണ്, വേറൊന്നും കൊണ്ടല്ല. 10-13 ദിവസമായി ഇവിടെ വെള്ളം വന്നിട്ട്, അതുകൊണ്ട് വെള്ളം ശേഖരിക്കുകയാണ്. പണ്ടൊക്കെ മഴയെ എനിക്ക് അയ്യേ ആണെങ്കിൽ ഇപ്പം മഴ പെയ്യുമ്പോൾ ഒരു സന്തോഷമാണ്, കൂടെ അതെൻ്റെ ഒരു പുണ്യജലമാണ് കേട്ടോ. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുമ്പോൾ ബൈ ബൈ.